അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മൈൽസ് ആൻഡ് മൺസൂണിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഞാനിതെപ്പം നിൽക്കുന്നത് മംഗലാപുരത്താണ്. നമ്മുടെ ഇന്നത്തെ യാത്രയില്ലേ അഗുംബയിലോട്ടാണ്. എന്താണ് അഗുംബയുടെ പ്രത്യേകത, അവിടെ നമുക്ക് എന്തൊക്കെയാണ് കാണാനുള്ളത്, അതൊക്കെ പോകുന്ന വഴിയിലും അവിടെ എത്തിയിട്ടൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഒറ്റ കാര്യം പറഞ്ഞുതരാം, ദക്ഷിണേന്ത്യയിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് അഗുംബെ. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അതിൻ്റെ മുന്നേ ഞാൻ ഇന്നലെ രാത്രി താമസിച്ചത് ഇവിടെയാണ്, ബെഡ് സ്പേസ് എന്ന് പറഞ്ഞിട്ട് മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇത് വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് താമസിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ ബെഡ് സ്പേസ്. അതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഈ ബെഡ് സ്പേസ് വരുന്നത്. നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഇത് ബുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ മുകളിലോട്ട് കയറി വരുമ്പം ഇവിടെ ഈ ഒരു വാതിൽ കടന്നിട്ട് അകത്തോട്ട് പോകണം. അപ്പോൾ ഇതുപോലെയുള്ള ക്യാബിനുകളായിട്ടാണ് റൂംസ് വരുന്നത്. കണ്ടോ, ഇവിടെയാണ് ബാത്റൂം, ടോയ്ലറ്റാണ്. ഇവിടെയാണ് ഒരു ടി വി വരുന്നത്, ഒരു ടേബിള്, ഇവിടെയാണ് കിടക്ക വരുന്നത്. അതുപോലെ ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്, ലൈറ്റും സൗകര്യമൊക്കെ ഉണ്ട്. ഞാൻ ഇന്നലെ രാത്രി അപ്പം ഇവിടെയാണ് കിടന്നത്. അതുപോലെ ഇവിടെ കുടിക്കാൻ നോർമൽ വെള്ളം വെച്ചിട്ടുണ്ട്, അതുപോലെ ഫിൽറ്റർ വെള്ളമുണ്ട്. ടോയ്ലറ്റിലൊക്കെ ആളുണ്ട് തോന്നുന്നു, നോക്കട്ടെ, ഇല്ലെങ്കിൽ കാണിച്ചില്ല. കണ്ടോ, അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ചെറിയ സ്പേസ് വന്നേ ഉള്ളൂ. അതുപോലെ ഇതാണ് ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ സ്പേസ് ആണെങ്കിലും നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിനി ഇവിടെ നിന്ന് ഇറങ്ങണം. അങ്ങനെ നേരെ അവിടെ നിന്നൊക്കെ പുറത്തോട്ടിറങ്ങി. ഇനിയിപ്പോൾ നേരെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോകേണ്ടത്. അവിടെയാണ് പിക്കപ്പ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പോകുന്നതിൻ്റെ ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. 8:30 നമുക്ക് അവിടെ എത്തണം. ഇപ്പോൾ 8:25 ഇവിടുന്ന് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. നമുക്ക് ഓട്ടോ കിട്ടുവാണെങ്കിൽ ഓട്ടോ പിടിച്ചിട്ട് പോകാം. നോക്കാം നമുക്ക് എങ്ങനെയാണ് പോകാൻ പറ്റുക. നമ്മളിത് ആ ഒരു ഭാഗത്തു നിന്നാണ് ഇങ്ങോട്ട് വന്നത്. ഇനിതാ ഈ വഴിയാണ് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകേണ്ടത്. ഓൾമോസ്റ്റ് എത്തി. ഞാൻ പിന്നെ വിചാരിച്ചു ഇനി ഓട്ടോ ഒന്നും പിടിക്കണ്ട, നടന്നിങ്ങ് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒരു നമ്മുടെ കേരള ഭക്ഷണത്തിൻ്റെ ഒരു ഹോട്ടൽ കണ്ടപ്പോൾ നിർത്തിയത്. അപ്പോൾ ഇവിടെ കയറാമെന്ന് വിചാരിച്ചു. ഇതെവിടെ തലശ്ശേരി ബിരിയാണി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് ഒരു പാക്കേജ് എടുത്തിട്ടാണ് അഗുംബയിലോട്ട് പോകുന്നത്. ഞാൻ അവരെ വിളിച്ചിരുന്നു. അപ്പോൾ വിളിച്ച സമയത്ത് അവർ പറഞ്ഞത് ഒരു ഭക്ഷണം കഴിക്കുന്നേ ഉള്ളൂ, അപ്പോൾ സമയമുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങ് പോകാമെന്ന്. ഇവിടുന്ന് ഇനി ഒരു 4-5 മിനിറ്റ് അങ്ങോട്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ളൂ. ഇത് നമ്മൾ മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നേരെ അടുത്തോട്ട് വരുന്ന സമയത്തുള്ളൊരു കടയാണ് കേട്ടോ. പുള്ളിയുടെ പേരെന്തായിരുന്നു? ജലീൽ. പുള്ളി കാസർഗോഡാണ്, നമ്മുടെ ബോർഡറാണ് സ്ഥലം. ആൾ അടിപൊളിയായിട്ട് മലയാളമൊക്കെ പറയും അല്ലേ? ഇപ്പോൾ ശരി, പിന്നെ കാണാം നമുക്ക്. ഓക്കെ ശരി. ഇതവിടെ നിങ്ങൾക്ക് ബോർഡ് കാണാം കേട്ടോ. ഇതാണ് ഹോട്ടലിൻ്റെ പേര്, ഫുഡ് പോയിൻ്റ് എന്നാണ്. അങ്ങനെ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ ഇറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ഇവിടുന്ന് ഒരു 100 മീറ്റർ കൂടെ ഉള്ളൂ. അപ്പം പുള്ളി മലയാളിയാണ്. നമ്മുടെ തലശ്ശേരി ബിരിയാണിയൊക്കെ വെച്ചിട്ട് നല്ല ഭക്ഷണമായിരുന്നു. മസാല ദോശയല്ല, മസാല ദോശ ആയിട്ടില്ല പറഞ്ഞു, നെയ് റോസ്റ്റ് ആയിരുന്നു. അപ്പം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഭക്ഷണം, കുഴപ്പമൊന്നുമില്ല. നമുക്കിനി അവർ നമ്മളടുത്ത് പറഞ്ഞത് 8:50 ഇപ്പം ഇപ്പോൾ 8:45 ഇനിയിപ്പോൾ ഒരു 3-4 മിനിറ്റ് നടക്കാനേ ഉള്ളൂ, കുഴപ്പമില്ല. പിന്നെ അവിടുന്ന് ബസ്സാന്ന് തോന്നുന്നു, അറിയില്ല. അവരെ പോയിട്ട് കണ്ടിട്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞുതരാം. നമ്മുടെ വണ്ടി ഇത് അവിടെ കിടക്കുന്നുണ്ട്, ഒരു ട്രാവലറാണ്. അപ്പം ഇനി അതിൻ്റെ അടുത്തോട്ട് പോവാം. അവരൊക്കെ അവിടെ റെഡി ആയിട്ട് നിൽക്കുമായിരിക്കും. ഇതുവഴി ഇതാണ് മംഗളൂരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ഇതിൻ്റെ മെയിൻ ഭാഗമാണ് ഇവിടെ. അവിടെ ആയിട്ടാന്ന് തോന്നുന്നു നമ്മുടെ വണ്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം.
ഞാൻ വന്ന സമയത്ത് ഇവരെന്നെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ട്രാവലിലോട്ട് കയറി. നമ്മളിപ്പോൾ ഇവിടുന്ന് ആദ്യം പോകുന്നത് കർണാടകയിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ജൈന ക്ഷേത്രം അല്ലെങ്കിൽ ജൈന ബസഡി കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ മംഗലാപുരത്ത് നിന്ന് ഏകദേശം 40 കിലോമീറ്റർ മാറിയിട്ട് മൂടുബിദ്രി എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ആ ഒരു ജൈന ക്ഷേത്രമാണ് സാവീര കമ്പട ബസഡി എന്ന് പറയുന്നത്. ആ ഒരു ജൈന ബസഡി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ പോകുന്നത്. ഇവിടെ കർണാടകയിൽ ഒരുപാട് സ്ഥലങ്ങൾ ജൈന മതമായിട്ട് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലങ്ങളുണ്ട്. നമ്മളിപ്പോൾ പോകുന്ന ഈ ക്ഷേത്രം കൂടാതെ മുന്നേ നമ്മൾ പോയ ശ്രാവണബെലഗോള, ഇന്ന് തന്നെ നമ്മൾ പോകുന്നൊരു ഗോമതേശ്വര ക്ഷേത്രമുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ജൈന മതത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള പ്ലേസുകളാണ് കർണാടകയിലുള്ളത്. ഇതാണ് ഇവിടെ മൂടുബിദ്രിയിൽ സ്ഥിതി ചെയ്യുന്ന ഞാൻ പറഞ്ഞ ആ ഒരു ജൈന ബസഡി വരുന്നത്. സാവീര കമ്പട ബസഡി എന്നാണ് ഇതിന്റെ പേര്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ബസഡിയാണിത്. ഈ ഒരു ബസഡിയിലോട്ട് കയറുന്നിടത്ത് തന്നെ നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞു വീട് കൂടെ ഉണ്ട്. ഒരു വലിയ കൊട്ടാരം പോലെ തോന്നിക്കുന്ന ഈ ഒരു ബസഡിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഞാനത് ഓരോന്നായിട്ട് ഈ ബസഡിയുടെ ഓരോ ഭാഗങ്ങളിൽ നിങ്ങളെ കാണിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഞാനിത് ഇപ്പം നിൽക്കുന്നത് കർണാടകയിൽ മൂടുബിദ്രി എന്ന് പറയുന്ന സ്ഥലത്തുള്ള സാവീര കമ്പട ബസഡി എന്ന് പറയും. ബസഡി എന്ന് പറയുന്നത് ജൈന ക്ഷേത്രങ്ങളെയാണ്. സാവീര എന്ന് പറയുമ്പം 1000 എന്നാണ് അർത്ഥം. കമ്പട എന്ന് വെച്ചാൽ തൂണുള്ള 1000 തൂണുകളുള്ള ക്ഷേത്രം എന്നാണ് ഇത് അർത്ഥം വരുന്നത്. ബസഡി എന്ന് വെച്ചാൽ ക്ഷേത്രമാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കർണാടകയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ജൈന ക്ഷേത്രങ്ങളിലൊന്നാണിത്. മംഗലാപുരത്ത് നിന്ന് 37 കിലോമീറ്റർ ദൂരെയായിട്ട് മൂടുബിദ്രി എന്ന് പറയുന്ന ഒരു പട്ടണത്തിലാണ്. പട്ടണം ഒരു ചെറിയ പട്ടണമാണ്. അവിടെയാണ് ഈ ഒരു ബസഡി സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കാണുന്ന സമയത്ത് പറഞ്ഞുതരാം. 1430 ഈ മൂടുബിദ്രിയുടെ ഭരണാധികാരിയായിരുന്ന ദേവരായ വൊഡയാറാണ് ഈ ഒരു ബസഡി നിർമ്മിക്കുന്നത്. 31 വർഷങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ബസഡി നിർമ്മിക്കുന്നത്. 1962 അവിടുന്ന് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു ക്ഷേത്രത്തിൽ ഒരുപാട് കൂട്ടിച്ചേർക്കലുകളൊക്കെ നടത്തിയിട്ടുണ്ട്. ഈ ഒരു ഹാളിലോട്ട് നമ്മൾ കയറി കഴിഞ്ഞാൽ ഒരുപാട് അലങ്കരിച്ച തൂണുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ തൂണുകളിൽ ആനകള്, ദേവതകള്, പൂക്കള്, പരിചാരകര്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ കൊത്തിവെച്ചിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത, നേപ്പാളിലെ ക്ഷേത്രങ്ങൾക്ക് സമാനമായ രീതിയിലാണ് ഈ ഒരു ബസഡി നിർമ്മിച്ചിട്ടുള്ളത്. കർണാടകയിലെ തന്നെ പ്രധാനപ്പെട്ട ജൈന തീർത്ഥാടന കേന്ദ്രങ്ങളായിട്ടുള്ള ശ്രാവണബെലഗോള, കമൽ ബസഡി, ബ്രഹ്മജിനാലയ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ബസഡി തന്നെയാണ് ഈ ഒരു സാവീര കമ്പട ബസഡി. 3 നിലകളിലായിട്ടാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ മറ്റൊരു പ്രത്യേകത, ഇവിടെയുള്ള തൂണുകൾ, ഞാൻ 1000 തൂണുകൾ കൊണ്ട് നിർമ്മിച്ചൊരു ക്ഷേത്രമാണെന്ന്. ഓരോ തൂണുകളിലുള്ള കൊത്തുപണികൾ വ്യത്യസ്തമാണ്. ഒരു തൂണിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ രീതിയിലായിരുന്നു മറ്റൊരു തൂണിൻ്റെ കൊത്തുപണികൾ നടത്തിയിട്ടുള്ളത്. അത് ഞാൻ നിങ്ങൾക്ക് പുറത്ത് ഭാഗങ്ങളിലൂടെ നമ്മൾ നടന്നു വരുന്ന സമയത്ത് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. അകത്ത് നമ്മൾ കാണുന്നത് തീർത്ഥങ്കരനായിട്ടുള്ള ചന്ദ്രപ്രഭയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ഷേത്രത്തിന് ചന്ദ്രനാഥ ക്ഷേത്രം എന്നുകൂടെ പേരുണ്ട്. തീർത്ഥങ്കരനായിട്ടുള്ള ചന്ദ്രപ്രഭയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ വരുന്നത്. അതുകൊണ്ട് ചന്ദ്രനാഥ ക്ഷേത്രം എന്നുകൂടെ ഈ ഒരു ബസഡിക്ക് പേര് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 3 നിലകളായിട്ടാണ് ഈ ഒരു ക്ഷേത്രം വരുന്നത്. നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റില്ലേ? നമ്മുടെ നാട്ടിലെ ശൈലിയിൽ തീർത്തും വ്യത്യസ്തമായ ഒരു ശൈലി കാണുന്നില്ലേ നിങ്ങൾ? അതുപോലെ ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, ഈ ഓരോ കല്ലുകളും വ്യത്യസ്ത രീതിയിലാണ് നിർമ്മിച്ചതെന്ന്. നിങ്ങൾക്ക് ഓരോ കല്ലുകളുടെയും ഷേപ്പ് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ മനസ്സിലാവും. എല്ലാത്തിനും വ്യത്യാസമുണ്ട്. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇതിൻ്റെ താഴെ ഭാഗത്തുള്ള ഇവിടെയുള്ള കൊത്തുപണികളൊന്ന് നിരീക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഒക്കെ ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ നിർമ്മിച്ചതാണ്.
കണ്ടോ? ഒന്ന് സൂക്ഷ്മമായിട്ട് അത് പരിശോധിച്ചാൽ മനസ്സിലാവും, എല്ലാത്തിനും വ്യത്യാസമുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഇവിടുന്ന് 20 കിലോമീറ്റർ മാറിയിട്ടുള്ള കാർക്കല എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ്. അവിടെയാണ് ഇനി നമുക്ക് കാണാനുള്ള കാഴ്ചകളൊക്കെ ഉള്ളത്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിയിലുള്ള രണ്ടാമത്തെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ പ്രത്യേകത, ഇവിടെ നമ്മളൊരു സ്റ്റാച്ചു കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇവിടുന്ന് ഈ വഴി നേരെ നടന്ന് നമ്മൾ മുകളിലോട്ട് പോയിട്ട് വേണം നമുക്ക് ആ ഒരു ക്ഷേത്രത്തിലെത്താൻ. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തെത്തി. ഇനി ഇവിടുന്ന് പോകുന്നത്, ഇതിപ്പോൾ നിൽക്കുന്നത് കാർക്കല എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നമ്മൾ പോകുന്നത് ഒരു ഗോമതേശ്വര സ്റ്റാച്ചു കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മുന്നേ ശ്രാവണ ബലഗോള പോയ സമയത്ത് അതിൻ്റെ ഒരു വീഡിയോ, ഒരു എപ്പിസോഡ് എൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് പോയി കാണണം. കാരണം കർണാടകയിലെന്നല്ല, ഏറ്റവും വലിയ ഒരു ബാഹുബലി സ്റ്റാച്ചു വരുന്നത് അവിടെ ശ്രാവണ ബലഗോളയിലാണ്. ഗോമതേശ്വരൻ്റെ പ്രതിമ, അതിനെയാണ് നമ്മൾ ബാഹുബലി സ്റ്റാച്ചു എന്ന് വിളിക്കുന്നത്. അതിനേക്കാളും ചെറുതാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിനേക്കാളും വലിയൊരു സ്റ്റാച്ചു നമ്മൾ ശ്രാവണ ബലഗോള പോയപ്പോൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ മുകളിൽ ഇതാ വീഡിയോ ആയിട്ട് അങ്ങ് പിൻ ചെയ്ത് കൊടുത്തേക്കാം. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്ക്. അപ്പോൾ നമുക്ക് ഇവിടെ പോയിട്ട് ഇവിടുത്തെ ആ ഒരു ഗോമതേശ്വര സ്റ്റാച്ചു കാണാം. സെയിമാണ്, പക്ഷേ വലുപ്പത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അത് നമുക്കിവിടെ എത്തുമ്പോൾ മനസ്സിലാവും. നമ്മളൊരു പാറയുടെ മുകളിലൂടെ, അവിടെ ശ്രാവണ ബലഗോള പോയപ്പോൾ തന്നെ കുറച്ച് നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ടല്ലേ ഇവിടെ പോകുന്നത്, അവിടെ മൊത്തം പാറയുടെ മുകളിലോട്ട് കയറി പോകുമായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് സ്റ്റെപ്പ് കയറിയിട്ട് വേണം അവിടുന്ന് പാറയുടെ മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്നുള്ള ഈ ഒരു സ്റ്റെപ്പ് നമ്മളിവിടെ കയറി വന്നിട്ട് ഇനി ഇതാ ആ ഒരു പാറയുടെ മുകളിലൂടെ കയറി പോകണം. ഈ ഒരു സ്റ്റെപ്പുകൾ കയറി വേണം നമുക്ക് മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. നമ്മളവിടെ ശ്രാവണ ബലഗോള പോയപ്പോഴും ഏറ്റവും താഴെ നിന്ന് ഇതുപോലെയുള്ള സ്റ്റെപ്പുകൾ കയറിയിട്ടാണ് നമ്മൾ പോയത്. പക്ഷേ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ആ ഒരു സ്റ്റാച്ചു വരുന്നതിനേക്കാളും മുന്നേ കാർക്കലയിലാണ് ഈ ഗോമതേശ്വര സ്റ്റാച്ചു വരുന്നത്. പിന്നെ ഇവർ വിശ്വസിക്കുന്നത് ഇത് മനുഷ്യന്മാരുണ്ടാക്കിയതല്ല എന്നാണ്. അതായത് ജൈന മതമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെയുള്ള ഈ ഒരു സ്റ്റാച്ചു മനുഷ്യനിർമ്മിതല്ല എന്നാണ് അവരുടെ മതത്തിൽ അവർ വിശ്വസിക്കുന്നത്. മുകളിലേക്ക് കയറിപ്പോകുന്ന സമയത്തുള്ളൊരു വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങ് ദൂരെയായിട്ടൊരു ക്ഷേത്രം കണ്ടു, അതൊരു പഞ്ചമുഖ ക്ഷേത്രമാണ്. നമുക്ക് ഇപ്രാവശ്യം നമ്മൾ അവിടെ പോകുന്നില്ല, നമുക്ക് പിന്നീട് ഒരിക്കൽ അവിടെ പോയിട്ട് ആ ഒരു ക്ഷേത്രത്തിൻ്റെ വീഡിയോ എടുക്കാം. നമ്മളിപ്പോൾ ഈ കാണാൻ പോകുന്ന സ്റ്റാച്ചുവിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, കാർക്കള ജൈന മഠത്തിലെ ഭട്ടാരകനായിരുന്ന ലളിതകീർത്തിയുടെ ഉപദേശപ്രകാരം സന്താര രാജവംശത്തിലെ വീരപാണ്ഡ്യ ഭൈരരാസ വൊഡയാർ ക്രിസ്തുവിന് ശേഷം 1432 ഈ ഒരു സ്റ്റാച്ചു പണി കഴിപ്പിക്കുന്നത്. അതായത് ശ്രാവണ ബലഗോളയിലുള്ള സ്റ്റാച്ചു ക്രിസ്തുവിന് ശേഷം 983 പണി കഴിപ്പിക്കുന്നത്. അതിന് ശേഷമാണ് ഇവിടെ ഈ ഒരു സ്റ്റാച്ചു വരുന്നത്. ആ ഒരു ശ്രാവണ ബലഗോളയിലുള്ള ഗോമതേശ്വര സ്റ്റാച്ചുവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഇവിടെ ഇങ്ങനെയൊരു സ്റ്റാച്ചു നിർമ്മിച്ചത്. 42 അടിയാണ്, അതായത് 13 മീറ്റർ ആണ് ഇവിടെയുള്ള ഈ ഒരു സ്റ്റാച്ചുവിന്റെ ഉയരം വരുന്നത്. പിന്നെ മറ്റൊരു വിഷമകരമായ വസ്തുത കൂടെ ഈ ഒരു സ്റ്റാച്ചുവിന്റെ പുറകിലുണ്ട് കേട്ടോ. അതായത് ഈ മനോഹരമായിട്ടുള്ള സ്റ്റാച്ചു നിർമ്മിച്ചിട്ടുള്ള ശില്പിയായിരുന്നു കർക്കുട എന്ന് പറയുന്ന ആള്. അദ്ദേഹം മറ്റൊരു ഇത്ര മനോഹരമായ ശില്പം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ രാജാവ് ഈ ശില്പം അല്ലെങ്കിൽ ഈ സ്റ്റാച്ചു ഉണ്ടാക്കിയതിന് ശേഷം അദ്ദേഹത്തിന്റെ ഇടത് കൈയും വലത് കാലും മുറിച്ചു മാറ്റിയെന്ന് കൂടെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. അങ്ങനെ കൂടെ ഒരു ചരിത്രം ഈ സ്റ്റാച്ചുവിന്റെ പുറകിലുണ്ട്.
പിന്നെ ഇവിടെ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് മഹാമസ്തകാഭിഷേകം. അത് 12 വർഷത്തിലൊരിക്കലാണ് നടക്കുക. അതായത് 1008 പാത്രങ്ങളൊക്കെ വഹിച്ചുകൊണ്ട് അതിൽ ഒരുപാട് കാര്യങ്ങൾ, അതായത് കുങ്കുമം, ചന്ദനം, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വലിയ സ്റ്റാൻഡുകളൊക്കെ കെട്ടി ഈ ഒരു വലിയ സ്റ്റാച്യുവിന്റെ മുകളിൽ നിന്ന് സ്റ്റാച്യുവിലേക്ക് അഭിഷേകം ചെയ്യുന്നതിനാണ് മഹാമസ്തകാഭിഷേകം എന്ന് പറയുന്നത്. അത് നമ്മളവിടെ ശ്രാവണബെലഗോള പോയ അവിടെയും ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായിട്ട് നടക്കുന്നതാണ് ഈ ഒരു മഹാമസ്തകാഭിഷേകം. പിന്നെ ഇവിടെ ഈ ഒരു ബസഡിയുടെ പുറകിലായിട്ട് ഒരു കുളം കൂടെ വരുന്നുണ്ട്. അതുകൂടെ നമുക്കൊന്ന് പോയിട്ട് കാണണം. ഇത് ഒരു വലിയ കുന്നിന്റെ മുകളിലായിട്ടാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവിടെ ശ്രാവണബെലഗോളയിലും അങ്ങനെ തന്നെയാണ്, ഒരു കുന്നിന്റെ മുകളിലായിട്ടാണ് വരുന്നത്. എന്തുകൊണ്ടാണ് ഇത്ര ജൈന ക്ഷേത്രങ്ങൾ കുന്നുകൾക്ക് മുകളിൽ വരുന്നതെന്ന് എനിക്ക് അറിയില്ല. നമ്മൾ അവിടെ ശ്രാവണബെലഗോള പോയപ്പം 2 സ്റ്റാച്യുവും ആ 2 ക്ഷേത്രങ്ങളും, അതായത് ബസഡികളൊക്കെ വരുന്നത് വലിയ കുന്നിന്റെ മുകളിലായിട്ടാണ്. ഇത് ഈ ക്ഷേത്രത്തിന്റെ പുറകിൽ നിന്നുള്ളൊരു വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ഒരു കുളം വരുന്നത്. ക്ഷേത്രത്തിന്റെ പുറകിലായിട്ടാണ് മനോഹരമായിട്ടുള്ള വലിയൊരു കുന്നിന്റെ മുകളിലാണെന്ന് കൂടി ആലോചിച്ച് നോക്കണേ ഈ ഒരു കുളം നമ്മൾ കാണുമ്പോൾ. അങ്ങനെ അവിടെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം നമ്മൾ ആ ഒരു കുന്നിൽ നിന്നൊക്കെ ഇറങ്ങി വീണ്ടും നമ്മുടെ യാത്ര തുടരുകയാണ്. നിങ്ങൾ ഈ കാണുന്നത് കാർക്കളയിലുള്ള വെങ്കടരാമ ക്ഷേത്രമാണ്. ഇവിടെ ഈ ഒരു അഗ്രഹാരത്തിന്റെ ഉള്ളിലായിട്ടാണ് ഈ ഒരു ക്ഷേത്രം വരുന്നത്. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് ഉടുപ്പി ജില്ലയിലെ വാരങ്ക എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ക്ഷേത്രം കാണാനാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രം, വളരെ മനോഹരമാണ്. നിങ്ങൾ ഒരുപാട് റീലുകളിലും ഫോട്ടോകളിലൊക്കെ അത് കണ്ടിട്ടുണ്ടാവും. കാരണം അത്രമാത്രം അട്രാക്ഷൻ ഉള്ള ഒരു ക്ഷേത്രമാണത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ വലിയൊരു തടാകത്തിൻ്റെ നടുവിലായിട്ടാണ് ആ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ തോണിയിൽ വേണം ആ ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ട് പോകാൻ. അപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആ ഒരു പേരറിയില്ലെങ്കിൽ നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. അപ്പം നമുക്ക് നേരെ ആ ഒരു ക്ഷേത്രം കാണാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് പോകാം. ഈ ഒരു വഴിയാണ് ആ ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ട് നമുക്ക് പോകേണ്ടത്. ഈ ഒരു തടാകത്തിൻ്റെ മുന്നിലായിട്ട് വലിയൊരു പാടം നമുക്കിവിടെ കാണാൻ പറ്റും. അതിൻ്റെ ആ ഭാഗത്ത് നിങ്ങൾ ആ കാണുന്ന പഴയ ബിൽഡിംഗ് ഒരു ജൈന മഠമാണ്. ഇവിടെയായിട്ടാണ് ഈ ഒരു ക്ഷേത്രം വരുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പേരാണ് വാരങ്ക ജൈൻ ടെമ്പിൾ. ഇതൊരു ജൈന ക്ഷേത്രമാണ്. ഈ ഒരു തടാകം കടന്ന് ഇതുപോലെയുള്ള തോണികളിൽ വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഈ തോണിയിൽ കയറിയിട്ട് നമ്മളെ അവിടെ കൊണ്ടുവന്നാക്കും. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മളവിടെ പ്രാർത്ഥിച്ച് അവിടുന്ന് ആ ക്ഷേത്രമൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇതേപോലെയുള്ള തോണികളിൽ അവിടുന്ന് അവർ നമ്മളെ തിരിച്ചും കൊണ്ടാക്കും. നല്ല ഭംഗിയില്ലേ ഈ ഒരു ക്ഷേത്രം കാണാൻ തന്നെ. നമുക്ക് വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ആദ്യമായിട്ടാണ് ഒരു ക്ഷേത്രത്തിലോട്ട് തോണിയിലൊക്കെ നമ്മൾ പോകുന്നത്. പുറകിൽ മലനിരകളും അതിൻ്റെ നടുവിൽ ഈ ഒരു തടാകവും അതിൻ്റെ നടുവിൽ ഈ ഒരു ക്ഷേത്രവും. ശരിക്കും ഒരു ഡ്രോണൊക്കെ ഉണ്ടെങ്കിൽ കുറേ അടിപൊളിയായിട്ടുള്ള വിഷ്വൽസ് നമുക്ക് കിട്ടിയാണ്. നമുക്കിപ്പം കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കാണാനേ പറ്റുന്നുള്ളൂ. അതുപോലെ ഈ ഒരു തടാകത്തിൽ നിറയെ കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ തോട്ടിൽ കാണുന്ന മീൻ തന്നെയാണിത്. പക്ഷേ എൻ്റെ പേര് എൻ്റെ അടുത്ത് മറന്നുപോയി. അങ്ങനെ ഞങ്ങളും ടിക്കറ്റൊക്കെ എടുത്തു. ഇനി ഇതാ ഈ ബോട്ടിലോട്ട് കയറി ഇരുന്നിട്ടുണ്ട്. ഇപ്പം അവിടെ പോയിട്ട് ആ ഒരു ക്ഷേത്രം കാണണം. പോകുന്ന വഴിയിലൊക്കെ കണ്ടോ ഒരുപാട് മീനുകളുണ്ട്. ഈ ഒരു തടാകം നിറയെ ഇത്തരത്തിലുള്ള മീനുകളാന്ന് തോന്നുന്നു. എനിക്കിതിൻ്റെ പേര് മറന്നുപോയി. ഞങ്ങളുടെ നാട്ടിലൊക്കെ തോടുകളിലൊക്കെ ഇത് കാണാറുണ്ടായിരുന്നു. പെട്ടെന്ന് പേര് ഓർമ്മ വരുന്നില്ല. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ അനുഭവം തന്നെ ഈ ഒരു തോണിയിലുള്ള യാത്രയാണ്. ഈ തോണി കയറി ഈ തടാകത്തിലൂടെ ഇങ്ങനെ പോകുമ്പം നമ്മൾ കാണുന്നൊരു കാഴ്ചകൾ തന്നെ ഇല്ലേ, ആ ക്ഷേത്രത്തിൻ്റെ പുറകിൽ മലനിരകൾ, അതാണ് ഇതിൽ ഏറ്റവും വലിയ എക്സ്പീരിയൻസ്. നമ്മൾ പോകുന്ന മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ ഇതിനെ മാറ്റി നിർത്തുന്നത് അത് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഈ ഒരു തടാകമൊക്കെ കടന്ന് ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ അവിടുന്ന് നേരത്തെ വന്നവരാണ് ഇവിടെ കാത്തു നിൽക്കുന്നത്. അവർ ഈ തോണി കയറിയിട്ട് തിരിച്ചങ്ങോട്ട് പോകും. ഈ ഒരു ബസഡി അറിയപ്പെടുന്ന പേരാണ് കേര ബസഡി എന്ന്. കേര എന്ന് പറഞ്ഞാൽ തടാകം എന്നാണ് അർത്ഥം. അപ്പം തടാകത്തിൻ്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തടാക ബസഡി എന്നാണ് ഇതിൻ്റെ പേര്.
ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു കുഞ്ഞ് കിണറൂടെ വരുന്നുണ്ട്. അത് അവർ പൂട്ടിയിട്ടുണ്ട്, നമുക്കത് വെള്ളം കോരാനൊന്നും പറ്റൂല. പക്ഷെ നല്ല തെളിഞ്ഞ വെള്ളമാണ് അതിൻ്റെ അകത്തുള്ളത്. കാണുമ്പോൾ തന്നെ നമുക്ക് ഒന്ന് കോരി ഒന്ന് എടുക്കാൻ തോന്നും. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത് ഈ ഒരു തടാകം നിറയെ മീനുകളാണെന്ന്. ഇപ്പൊ കണ്ടപ്പോൾ വെറുതെ ഒന്ന് കാല് വെച്ചിരുന്നതാണ്. കണ്ടോ എത്രത്തോളം മീനുകളാന്ന് കണ്ടില്ലേ. ഇതൊക്കെ വന്നിട്ട് നമ്മളെ കാലിങ്ങനെ കടിക്കും കേട്ടോ. നല്ല രസമാണത്. ആദ്യമൊക്കെ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. നമ്മളെ ഇക്കിളിയാക്കുന്ന പോലെ തോന്നുള്ളൂ, വേദനയൊന്നും ആവില്ല. ഇഷ്ടം പോലെ മീനുകളുണ്ട്. അതൊക്കെ വന്നിട്ട് നമ്മളെ കാലിങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും. നമുക്ക് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയുള്ളൂ. കാരണം നമ്മൾ വന്ന സമയത്ത് 12:30 കഴിഞ്ഞിരുന്നു. 1 മണിക്ക് ആ ഒരു ക്ഷേത്രം അടയ്ക്കും. അടച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരെയും നിർത്തില്ല. നമ്മളാണ് ലാസ്റ്റ് ബാച്ച്. അങ്ങനെ അവിടുന്ന് തിരിച്ചിങ്ങോട്ട് തന്നെ എത്തി. പിന്നെ ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, ഈ ഒരു വയലിന്റെ സൈഡിലായിട്ട് ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് ഒരു ജൈന മഠം കൂടെ വരുന്നുണ്ട് എന്ന്. നമുക്ക് ആ മഠം കൂടി ഒന്ന് പോയി കാണാം. നല്ല പഴയൊരു സ്ട്രക്ചറായിട്ട് നിങ്ങൾ ആ കാണുന്നതാണ് ജൈന മഠം വരുന്നത്. നമുക്ക് അതിൻ്റെ അകത്തൊന്ന് പോയിട്ട് കാണാം. ഈ ഒരു ജൈനമഠം ഒരു 4 കെട്ടാണ് കേട്ടോ. 4 കെട്ട് എന്ന് പറയുന്നത് ഇത്തരത്തിൽ നടുമുറ്റത്തോടു കൂടിയ വീടുകൾക്കാണ് 4 കെട്ടുകൾ എന്ന് പറയാം. പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഒരു ശൈലിയാണിത്. അങ്ങനെയുള്ള ഒരു 4 കെട്ടാണിത്. അങ്ങനെ അവിടെ മഠത്തു നിന്നൊക്കെ ഇറങ്ങി. പിന്നെ ഞാനിവിടെ ഒരു പറമ്പ് കണ്ടപ്പോൾ അങ്ങോട്ടൊന്ന് കയറി വന്നത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾ ഈ കാണുന്ന ഒരു വിഷ്വൽ എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് ആ ഒരു ക്ഷേത്രം കാണാൻ നല്ല ഭംഗിയില്ലേ. തടാകത്തിന്റെ മുഴുവനൊരു ദൃശ്യവും തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അതാ ഞാൻ ഈ ഒരു പാർട്ട് ഇവിടെ ഈ ഒരു തടാക ക്ഷേത്രത്തിന്റെ മുന്നിൽ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. ഇനിയും നമുക്ക് ഇവിടുന്ന് ഒരുപാട് കാഴ്ചകൾ അങ്ങോട്ട് കാണാനുണ്ട്. കാരണം ഒരുപാട് ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എനിക്കും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്താം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും നിങ്ങൾ കമൻറ്റിലൂടെ പറയണം. അപ്പോൾ നമുക്ക് ഈ ഒരു യാത്രയുടെ ബാക്കിയായിട്ട്, അതായത് അഗുംബയിലോട്ടുള്ള യാത്രയുടെ ബാക്കി കാഴ്ചകളും അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകളും ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.